ഇന്ന് നമുക്ക് ഉഴുന്ന്, സോഡ, ഈസ്റ്റ് അങ്ങനെ ഒന്നും ചേർക്കാത്ത നല്ല അടിപൊളി ഒരു ദോശയുടെ റെസിപ്പി കണ്ടു നോക്കാവേ. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കുകയും ചെയ്യാം. ആദ്യം തന്നെ അരിയൊന്ന് കുതിർക്കാനിടണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് നമ്മുടെ മട്ട അരി ഉണ്ടല്ലോ, സാധാരണ വീട്ടിൽ നമ്മൾ ചോറ് വെക്കുന്ന ചുമന്ന കളറിൻ്റെ മട്ട അരി, അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ പച്ചരിയും മട്ട അരിയും കൂടെ നന്നായിട്ട് ഒരു 5-6 പ്രാവശ്യം കൈകൊണ്ട് തിരുമ്മി കഴുകിയിട്ട് വെള്ളം ഇതുപോലെ തെളിഞ്ഞു കഴിയുമ്പോൾ ഇതിൽ കുതിരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 തൊട്ട് 6 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. മട്ട അരി നന്നായിട്ട് കുതിർന്നാലേ നമുക്ക് നൈസായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഒരു 6 മണിക്കൂറൊക്കെ കുതിർത്തിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് അരി നന്നായിട്ട് കഴുകി കുതിരാനായിട്ട് ഇട്ടാൽ മതി. ഇനി ഒന്നുകൂടെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഈ അരിയിലേക്ക് നമുക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ കൂടെ ചേർക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരിയില്ലാതെ എത്ര നൈസായിട്ട് അരയ്ക്കാവോ അത്ര നൈസായിട്ട് അരയ്ക്കണം. അത്രത്തോളം ടേസ്റ്റ് വരും കേട്ടോ നമ്മളിത് ഫൈനായിട്ട് അരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദോശയ്ക്ക്. അപ്പം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമ്മളിത് അരയ്ക്കാനായിട്ട്. അരയ്ക്കുമ്പോൾ തന്നെ ഇതിലേക്ക് കല്ലുപ്പ് കൂടെ ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ അരി നല്ല നൈസായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടും. അപ്പം നമ്മളൊരു ദോശയ്ക്കൊക്കെ മാവ് അരയ്ക്കുമല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ അരച്ചെടുത്ത മാവെല്ലാം വേറെ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി മിക്സിയുടെ ജാറ് കഴുകി ഒരു കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് അപ്പം തന്നെ നമ്മൾ അരി അരച്ചപ്പം തന്നെ ഇത് ചുട്ടെടുക്കുക. ഇനി ദോശക്കല്ല് നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് കുറച്ച് എണ്ണ ഇതുപോലെ തൂത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവ് ഇത് 1-1.5 തവിയോ സാധാരണ നമ്മൾ ദോശ തയ്യാറാക്കുന്ന പോലെ തന്നെ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം. ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും ഒരു ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടും. അത് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്നിട്ട് വേണമെങ്കിൽ ഇതിന് മുകളിലൂടെ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ നല്ല വെളിച്ചെണ്ണയോ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് മറിച്ചിട്ടിട്ട് 2 സൈഡും ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. ചമ്മന്തിയുടെ കൂടെ, സാമ്പാറിൻ്റെ കൂടെ, പിന്നെ തലേദിവസത്തെ മീൻകറി, തേങ്ങ അരച്ച് വെച്ച മീൻകറിയുടെ കൂടെയൊക്കെ സൂപ്പറാണ്. ചിലർക്കൊക്കെ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി, ദോശ, ഉഴുന്ന് കൂട്ടി അരച്ച് ഉണ്ടാക്കുന്ന ഇഡ്ഡലി ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നെഞ്ചരിച്ചിൽ, ഗ്യാസ്ട്രിക്, അതുപോലെ തന്നെ ഈസ്റ്റ്, സോഡയൊക്കെ ആകാത്തവർക്കൊക്കെ ഇതൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റോ ഈവനിങ് ഡിന്നറായിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റുമാണ്. ഞാനിപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് നല്ലൊരു ചുമന്ന കളറിൻ്റെ തേങ്ങാ ചമ്മന്തിയാണ് റെഡിയാക്കിയത്.